മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും ഈശോയുടെ ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവിൽ ജീവിക്കുവാനുള്ള കൃപ നമ്മിലെവരിൽ നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന്. തൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച ഓരോ സഹനങ്ങളിലൂടെയും ഈശോയുടെ സ്നേഹത്തിലേക്ക് തന്നെ അടുപ്പിക്കുകയായിരുന്നെന്ന ബോധ്യം ലഭിച്ച് ഇന്ന് ഈശോയുടെ ജീവിക്കുന്ന സാക്ഷിയായി മാറിയ അമേരിക്കയിലുള്ള ഷാനറ്റ് സുമേഷിനെയാണ് ഇന്നത്തെ നഴ്സസ് ടൈമിലൂടെ നാം പരിചയപ്പെടുന്നത്. എറണാകുളം പാപ്പാക്കടയിൽ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ ജനിച്ചു വളർന്ന ഷാനറ്റ് തൻ്റെ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി വിവാഹത്തിന് ശേഷം 2008 അമേരിക്കയിലേക്ക് താമസം മാറുന്നത്. ഞങ്ങളുടെ ജീവിതം US വളരെ ഡിസിപ്ലിനോ അധികം പ്രാർത്ഥനയൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ 2016 വെച്ച് എനിക്ക് ചെറിയൊരു ബാക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു. മുമ്പ് എനിക്ക് 2008 കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചെറിയൊരു നടുവേദന വന്നിട്ടുണ്ട്. ആ ഒരു ഓർമ്മ ഉള്ളിലുള്ളത് കൊണ്ടും അന്ന് പൂർണ്ണമായിട്ടൊരു ഹീലിംഗ് കിട്ടിയത് കൊണ്ടൊക്കെ ഞാൻ ഈ ബാക്ക് പെയിൻ ഇഗ്നോർ ചെയ്തു. 2 വർഷത്തോളം ഏകദേശം മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് 2018 ആയപ്പോഴത്തേക്കും എൻ്റെ വലത്തെ കാലിന് ചെറിയൊരു വേദന നല്ല കാലിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അതുകൂടാതെ വലത്തെ കാല് നിലത്തുകൂടെ വലിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെയായപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഡോക്ടറെ കണ്ടേക്കാമെന്ന് വിചാരിച്ച് കുഞ്ഞിനെ കാറിലിരുത്തിയിട്ട് ഞാൻ വീടിനകത്ത് വന്ന് കീ എടുക്കാൻ വന്നു. കുറച്ച് നേരമായിട്ടും എന്നെ കാണാഞ്ഞിട്ട് മോന് കാറിൽ നിന്ന് അകത്ത് കയറി വരികയും എന്നെ അന്വേഷിച്ച് വന്നപ്പോൾ ഞാൻ നിലത്ത് കിടന്ന് കരയുന്നതാണ് അവൻ കാണുന്നത്. അങ്ങനെ അവൻ ഫോൺ എടുത്തിട്ട് വന്ന്, അന്ന് 4 വയസ്സുള്ള കുഞ്ഞ്, അവൻ ആംബുലൻസ് വിളിച്ചു അവിടുത്തെ. അതോടൊപ്പം തന്നെ ഹസ്ബൻഡിനെയും വിളിച്ചു വരുത്തി. എനിക്ക് നടുവേദനയാണ്, അമ്മ നിലത്ത് വീണു എന്ന് പറഞ്ഞാണ് അവൻ വിളിക്കുന്നത്. അങ്ങനെ എല്ലാവരും വന്ന് എന്നെ ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് നിരവധി ടെസ്റ്റുകൾ നടത്തി. സ്കാനിങ്ങിനകത്ത് എൻ്റെ ഡിസ്ക് ബൾജ് ചെയ്തതായിട്ട് കണ്ടു. അതോടൊപ്പം തന്നെ സർജറി വേണമെന്ന് ന്യൂറോ സർജൻ പറഞ്ഞു. ഒന്നിന് പുറകെ ഒന്നായി 3 തവണ നട്ടലിനും കഴുത്തിനുമായി 2018-19 കാലഘട്ടങ്ങളിൽ സങ്കീർണമായ ഓപ്പറേഷനുകളിലൂടെയാണ് ഷാനറ്റ് കടന്നുപോയത്. തുടർച്ചയായി കടന്നുപോയ വേദനകളിലൂടെ ദൈവസാന്നിധ്യം അനുഭവിക്കാനോ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലുമോ അവൾക്ക് സാധിച്ചിരുന്നില്ല. 3 സർജറിക്ക് ശേഷം ഏകദേശം 1 വർഷത്തോളം വളരെ കുഴപ്പവും വേദനയോ അധികമൊന്നുമില്ലാതെ ഞാൻ ജോലിയും വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ജോലിയിൽ വെച്ച് എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ ഇടത് കാലിലേക്കും എൻ്റെ നടുവിനും ചെറിയൊരു വേദന തുടങ്ങി. ഞാൻ ഡോക്ടറെ പോയി കണ്ടു. MRI എടുത്തെങ്കിലും അദ്ദേഹത്തിനൊന്നും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് വേദനയുള്ള സ്ഥിതിക്ക് ഒരു സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അത് നട്ടലിനുള്ളിലേക്ക് എടുക്കാനുള്ള ഇഞ്ചക്ഷനാണ്. 3 തവണ അവർ നട്ടലിനകത്ത് നീഡിലിട്ടെങ്കിലും അവർക്ക് ഇഞ്ചക്ഷൻ പ്രൊസീഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ആ പ്രൊസീജിയർ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ എൻ്റെ വീട്ടിൽ വിട്ടു. വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ഇടത് കാലിൻ്റെ പാദം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയിലോട്ട് വന്നു. അത് ഞാൻ നിലത്തോടെ വലിച്ചുകൊണ്ട് നടക്കുന്ന രീതിയിലാണ് ഞാൻ എഴുന്നേൽക്കുന്നത് രാവിലെ. അത് ഹസ്ബൻഡിനോട് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാൻ വേറൊരു സർജൻ്റെ അടുത്ത് അപ്പോയിൻമെൻ്റ് എടുത്ത് ചെല്ലുകയുണ്ടായി. അവിടെ വെച്ച് കണ്ട ഉടനെ ആ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ഒരു കണ്ടീഷനെ ഫുഡ് ഡ്രോപ്പ് എന്നാണ് പറയുന്നത്, അത് കംപ്ലീറ്റ് ഫുഡ് ഡ്രോപ്പ് എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ MRI എടുക്കുകയും അതിൽ നട്ടലിനകത്ത് നടുവിന് ലോവർ ബാക്കിനകത്ത് ഡിസ്ക് ബൾജ് ചെയ്ത് പുറത്തേക്ക് പൊട്ടിയിറങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞു. അത്രയും നാളും ബൾജ് ഉണ്ടായിരുന്നുള്ളൂ, ഇത്തവണ അത് പൊട്ടി വെളിയിട്ടിറങ്ങി എൻ്റെ പാദത്തിൻ്റെ ഇടത്ത് കാലിലേക്ക് നെർവിൻ്റെ മുകളിൽ പുഷ് ചെയ്യാൻ തുടങ്ങി.
ജൂലൈ മാസം 2021 ആ ഫുഡ് ഡ്രോപ്പിനുള്ള നട്ടലിന് വേണ്ടിയുള്ള സർജറി നടന്നത്. അതിനുശേഷം ജോലിയിൽ കയറിയെങ്കിലും ഒക്ടോബർ മാസമായപ്പോഴേക്കും എനിക്ക് ലോവർ ബാക്കിന് വീണ്ടും വേദന ആരംഭിച്ചു. അതോടൊപ്പം തന്നെ എൻ്റെ വലത് കാലിലേക്ക് ആണ് ഇത്തവണ എനിക്ക് വേദന അനുഭവപ്പെട്ടത്. അങ്ങനെ സർജനെ കാണാൻ ചെന്നപ്പോൾ പല ടെസ്റ്റുകൾ ചെയ്തെങ്കിലും അതിലൊന്നും ഇതിൻ്റെ കാരണം വ്യക്തമായിരുന്നില്ല. അതുകൊണ്ട് സർജിക്കൽ അല്ല എന്നുള്ള കാരണത്താൽ എനിക്ക് ഒരുപാട് സ്റ്റെറോയിഡ്സ്, ഹൈ ഡോസിലുള്ള സ്റ്റെറോയിഡ്സ് തന്ന് വീട്ടിലേക്ക് അയച്ചു. 2 ആഴ്ചയോളം കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റെറോയിഡ്സ് എടുത്തെങ്കിലും എനിക്ക് വീണ്ടും വേദന വളരെ ശക്തിയോടുകൂടി തിരിച്ചു വരികയാണ് ഉണ്ടായത്. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ബ്രീത്ത് ചെയ്യാൻ വരെ ബുദ്ധിമുട്ടായ ഒരു അവസരത്തിലേക്ക് ഞാൻ വന്നു. കാരണം ആ ബ്രീത്ത് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ചെറിയ അനക്കം പോലും എൻ്റെ നട്ടലിനെ ട്രിഗർ ചെയ്യുകയും കൂടുതൽ വേദന കാലിലേക്ക് ഉണ്ടാവുകയും ചെയ്തു. ആ ഒരു അവസരത്തിൽ ഞാൻ ഡോക്ടറെ വിളിച്ചപ്പോൾ പെട്ടെന്ന് സർജൻ എന്നോട് എമർജൻസി റൂമിൽ വരാൻ പറഞ്ഞ് പെട്ടെന്ന് തന്നെ വൈകുന്നേരം എമർജൻസി റൂമിൽ വന്നു. അന്ന് അവിടെ വരുമ്പോൾ അവരെൻ്റെ ബ്ലാഡർ ചെക്ക് ചെയ്യുമ്പോൾ, അതായത് ബ്ലാഡർ സ്കാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ബ്ലാഡറിനകത്ത് 1 ലിറ്ററിൽ കൂടുതൽ യൂറിൻ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു പുറത്തേക്ക് വരാതെ. അതോടൊപ്പം തന്നെ എൻ്റെ ബ്ലഡ് പ്രഷർ അന്ന് അവിടെ ചെക്ക് ചെയ്യുമ്പോൾ എമർജൻസി റൂമിൽ 180/100 ഒക്കെ ആയിരുന്നു. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും യൂറിൻ പോകാനായിട്ട് യൂറിനറി കാത്തീറ്റർ ഇൻസേർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ പെട്ടെന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു അവസരത്തിൽ എൻ്റെ നേഴ്സ് വേഗം വെളിയിൽ നിന്ന് ഓടി വന്നു. ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഞാൻ എഴുന്നേറ്റ ഉടനെ എൻ്റെ ഹാർട്ട് റേറ്റ് വേഗം കൂടാൻ തുടങ്ങി. അത് 100-ൽ താഴെയായിരുന്നു. ഏകദേശം 80-ൽ നിന്ന ഹാർട്ട് റേറ്റ് ഞാൻ എഴുന്നേറ്റ് നിന്ന് കുറച്ച് നേരം കൊണ്ട് തന്നെ 180-ലേക്ക് വന്നു. അപ്പോൾ തന്നെ ആ നേഴ്സ് എന്നെ അവിടെ പിടിച്ച് കിടത്തുകയും കാർഡിയോളജിയുടെ കൺസൾട്ട് വിളിക്കുകയും ചെയ്തു. അങ്ങനെ പല കൺസൾട്ട് ചെയ്തതിന് ശേഷം അവർ എന്നെ ഡയഗ്നോസ് ചെയ്തത് പോസ്റ്റുറൽ ഓർത്തോസ്റ്റാറ്റിക് ടാക്കിക്കാർഡിയ സിൻഡ്രോം എന്ന് വിളിക്കുന്ന പോഡ്സ് എന്ന് വേറെ പേരുള്ള ഒരു അസുഖമാണ്. അത് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്ന അനുസരിച്ച് നമ്മുടെ ഹാർട്ട് റേറ്റ് മേലോട്ട് കയറിക്കൊണ്ടിരിക്കും. അങ്ങനെ വളരെ ഹാർട്ട് റേറ്റിൻ്റെ മെഡിക്കേഷൻസും സ്റ്റാർട്ട് ചെയ്ത് എന്നെ ഹോസ്പിറ്റലിൽ അവർ അഡ്മിറ്റ് ചെയ്തു. ഡിസംബർ മാസം ഏകദേശം ഒരു 22-ാം തീയതിയൊക്കെ ആയപ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ വേദന കുറഞ്ഞു. ആ ക്രിസ്മസിന് തൊട്ട് മുമ്പായിട്ട് അവർ എന്നെ ആ വർഷം ഡിസ്ചാർജ് ചെയ്തു. അത് 2021 ഡിസംബറിൽ ഞാൻ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. വീട്ടിൽ പോയെങ്കിലും വളരെ താമസിയാതെ വേദന വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഒരാഴ്ചക്കകം തന്നെ ക്രിസ്മസും ന്യൂ ഇയറും കഴിഞ്ഞ് 2022 തുടങ്ങുന്നത് അടുത്ത വേദനയുമായിട്ടായിരുന്നു. അങ്ങനെ എൻ്റെ സർജറി, ഒരുപാട് സർജറികൾ ചെയ്തതുകൊണ്ട് ഇനി പെട്ടെന്നൊരു ചെറിയ സർജറിയിൽ കൂടെ എന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നില്ല ഞാൻ. കാരണം അരയ്ക്ക് കീഴ്പോട്ട് മുഴുവൻ വേദനയും, യൂറിൻ പോകാൻ ഡിഫിക്കൽറ്റി, ഹാർട്ട് റേറ്റിന് ഇഷ്യൂസ്, ഇങ്ങനെ ഒരുപാട് മെഡിക്കേഷൻസുമായിട്ട് മുന്നോട്ട് പോയ എന്നെ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തത് 360 സ്പൈനൽ ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു സർജറിയാണ്. അതെന്ന് വെച്ചാൽ നമ്മുടെ വയറിൽ നിന്ന് അവർ ഓപ്പറേറ്റ് ചെയ്യും. അതുപോലെ അതേസമയം ബാക്കിൽ നിന്നും തുറന്ന് നട്ടലിനകത്ത് സ്ക്രൂവും റോഡ്സും വെച്ച് ഡിസ്ക് എടുത്ത് മാറ്റി അതിനകം ഒരു മെറ്റൽ പ്ലേറ്റ് വെച്ച് മുറുക്കുന്ന ഒരു സർജറിയാണ്. അത് ഏകദേശം 6 തുടങ്ങി 8 മണിക്കൂറോളം നീളുന്ന ഒരു സർജറിയാണ്. അതിന് പോസ്റ്റ് ചെയ്ത് ഫെബ്രുവരി മാസം ആയപ്പോൾ സർജറിക്ക് 9-ാം തീയതി എൻ്റെ സർജറി ചെയ്തു. അതോടൊപ്പം 6 ദിവസത്തിനുള്ളിൽ വീട്ടിൽ വിടാം എന്നുള്ള ഒരിതിലാണ് ഞാൻ ചെല്ലുന്നത്. സർജറി കഴിഞ്ഞു, റിക്കവറി ചെയ്തു. 5 ദിവസമായപ്പോഴത്തേക്കും എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പെട്ടെന്ന് തലയ്ക്ക് പുറകിൽ വളരെ ശക്തമായ രീതിയിൽ വേദന ഉണ്ടാവുകയും തലകറങ്ങുന്നൊരു ഫീല് അങ്ങനെ ഉണ്ടാവാൻ തുടങ്ങി. എന്നിരുന്നാലും ഡോക്ടേഴ്സ് ഡിസ്ചാർജുമായിട്ട് പ്രൊസീഡ് ചെയ്ത് എൻ്റെ ഡ്രെയിൻ ഊരി മാറ്റി. ലോവർ ബാക്കിൽ നട്ടലിന് പുറകിലായിട്ട് ഒരു ഡ്രെയിൻ ഉണ്ടായിരുന്നു, അത് ഊരിയെടുത്തു. അപ്പം അത് ഊരിയെടുത്ത് തൊട്ട് പുറകെ തന്നെ ഒരു പിങ്ക് കളറിൽ ഒരു ഫ്ലൂയിഡ് നട്ടിൽ നിന്നും ആ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒഴുകി വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് കണ്ട് ഞാൻ നഴ്സിനെ വിളിക്കുകയും അവർ വേഗം സർജനെ വിളിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് എന്നെ വേറൊരു പ്രൊസീജിയറിന് കൊണ്ടുപോകണം, ആ വെള്ളം ഒഴുകി വരുന്നത് എന്താണെന്ന് തിരിച്ചറിയണം. അങ്ങനെ പ്രൊസീജിയറിന് ചെന്ന് ഉടനെ തന്നെ അവർ തിരിച്ചറിഞ്ഞു അത് നട്ടലിനകത്തോടെ ഒഴുകുന്ന സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് അകത്ത് നിന്ന് ലീക്ക് ചെയ്യുന്നതായിരുന്നു. ഉടനെ തന്നെ അവർ നട്ടലിനകത്തേക്ക് വേറൊരു ഡ്രെയിൻ ഇട്ടിട്ട് എന്നെ ICUവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. കാരണം എൻ്റെ നട്ടിൽ നിന്നും ഒഴുകി വരുന്നത് ക്ലിയർ വാട്ടർ, വെള്ളം പോലെ വരേണ്ടിയിരുന്ന ആ ദ്രാവകത്തിൻ്റെ നിറം ഓൾമോസ്റ്റ് പിങ്ക് ടു റെഡ് കളറും ആയിരുന്നു. അതോടൊപ്പം തന്നെ ഇൻഫെക്ഷൻ കൂടുമ്പോഴുണ്ടാകുന്ന വൈറ്റ് ബ്ലഡ് സെൽ കൗണ്ട് ഒരുപാട് കൂടുതലായിരുന്നു അതിനുള്ളിൽ. അങ്ങനെ എന്നെ ICUവിൽ അഡ്മിറ്റ് ചെയ്തു. 11 ദിവസത്തോളം ഈ ഡ്രെയിന് എൻ്റെ നട്ടലിൽ കിടന്നു. ആ സമയത്ത് ലീക്ക് ഉണ്ടായതുകൊണ്ട് സർജിക്കൽ ഏരിയ മുഴുവനും ആ ലീക്ക് ഫ്ലൂയിഡ് കിടന്നിരുന്നത് കൊണ്ട് ഒരുപാട് ഇറിറ്റേഷനും വീക്കവും അകത്തുണ്ടായിട്ട്
വേദന മുമ്പുണ്ടാകുന്നതിലും ഇരട്ടിയായിട്ട് അനുഭവപ്പെടാൻ തുടങ്ങി. ആ അവസരത്തിൽ എനിക്ക് ആരെയും കാണുന്നത് ഇഷ്ടമായിരുന്നില്ല. കാരണം എൻ്റെ ശരീരത്തിൽ ഒരുപാട് ട്യൂബ്സ്, ഡ്രെയിൻസ്, ഒരുപാട് മോണിറ്റേഴ്സ് എല്ലാം ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടും ഒരുപാട് മുറിവുകളായിരുന്നു ദേഹത്ത്. വയറിൽ കട്ട് ചെയ്തിരിക്കുന്നു, ബാക്ക് മുഴുവൻ കട്ട് ചെയ്തിരിക്കുന്നു. ഇതൊക്കെ അതുപോലെ തന്നെ കയ്യിൽ ഒരുപാട് IV ട്യൂബ്സ് ഇട്ടിട്ട് കൈയെല്ലാം നീല നിറത്തിൽ കരിനീലിച്ച് കിടക്കുക ദേഹം മുഴുവനും. അപ്പം ഇതൊന്നും ആരും കാണരുതെന്ന് ഞാൻ ആഗ്രഹിച്ചത് കൊണ്ട് തന്നെ ആരെയും കാണാൻ അനുവദിക്കത്തില്ലായിരുന്നു. ആ സമയത്ത് എൻ്റെ പോലും പെർമിഷൻ ഇല്ലാതെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവിടെ. ആൾ വരും, എനിക്ക് ഫുഡായിട്ട് കുക്ക് ചെയ്ത് ഒന്നും പറയാതെ ഓടി വരും, ഭക്ഷണം തരും, പോകും. ചേച്ചിയുടെ പേര് സജ്നി എന്നാണ്. ഇനി ഒരു സുഹൃത്ത്, അതൊരു മെക്സിക്കൻ പെൺകുട്ടിയാണ്. അവൾ ഒരു ഭയങ്കര വിശ്വാസത്തിലും വളർന്നു വരുന്നൊരു കുട്ടി. ഒരുപാട് പ്രാർത്ഥിക്കും എനിക്ക് വേണ്ടിയിട്ട്. എപ്പോഴും എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഈശോയോട് പ്രാർത്ഥിക്കണം ഇതെല്ലാം പറയുന്ന ഒരാളാണ്. അന്ന് വരെ ഞാൻ അവൾ പറയുന്നതെല്ലാം കേൾക്കുമായിരുന്നു. പക്ഷേ ആ വേദനയുടെ എക്സ്റ്റെൻറ്റിൽ ഞാൻ നിന്ന് കരയുന്ന ഒരു സമയത്ത് ഒരു ദിവസം അവൾ എന്നെ കാണാൻ വന്നു. കാണാൻ വരുന്നതും ഞാൻ വളരെ അപ്സെറ്റായിരുന്നു. അവളെ കണ്ടതും ഞാൻ വളരെ അപ്സെറ്റായിരുന്നു. കാരണം ഒരു റീസൺ, എന്നെ കാണുന്നത് ഇഷ്ടമില്ലായിരുന്നു. അതോടൊപ്പം തന്നെ ആ വേദനയിൽ കിടക്കുമ്പോൾ അവൾ എന്നോട് ഈശോയെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. ഞാനപ്പം എടുത്ത ഉടനെ അത്ര നാളും ഈശോയോട് സ്ട്രെങ്ത് ചോദിച്ചുകൊണ്ടിരുന്ന ഞാൻ അന്ന് ഈശോയെ തള്ളി പറഞ്ഞു. കാരണം എൻ്റെ വേദന അത്രയ്ക്ക് അസഹനീയമായിരുന്നു. അതോടൊപ്പം തന്നെ ഇവർ തരുന്ന മോർഫിന്, ഡിലോഡിഡ് അങ്ങനത്തെ മരുന്നുകളൊന്നും എൻ്റെ ശരീരത്തിൽ ഒരു വേദനയ്ക്ക് കുറവുണ്ടാക്കിയിട്ടില്ല. എൻ്റെ വേദന പിടിച്ചു നിർത്താൻ വേണ്ടി അവർ പെയിൻ മാനേജ്മെൻറ്റ് സെപ്പറേറ്റ് ഒരു ടീമിനെ വരുത്തി എൻ്റെ പെയിൻ മാനേജ് ചെയ്യാൻ നോക്കി. എങ്കിലും അവർ തരുന്ന ഒരു മരുന്നിനും എൻ്റെ വേദനയെ കുറയ്ക്കാനായിട്ട് കഴിഞ്ഞിട്ടിരുന്നില്ല. ആ കൂടെ എൻ്റെ കൂട്ടുകാരി വന്ന് ഈശോയുടെ കാര്യം കൂടെ പറയാൻ തുടങ്ങിയപ്പോൾ അതെന്നെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്തു. ഞാൻ അവളോട് പറഞ്ഞൊരു വാക്കാണ്, നമ്മളൊന്നും വിചാരിക്കുന്ന ഈശോ ഒന്നും ഇല്ല, ഉണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഒരു അവസ്ഥയിൽ ഇന്ന് കിടന്ന് അനുഭവിക്കത്തില്ലായിരുന്നു. കാരണം ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷേ ഇന്ന് തുടങ്ങി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ അങ്ങനെ ഒരു വാക്ക് അവളെടുത്ത് പറഞ്ഞു. ആ കുട്ടി ഞാൻ പറയുന്നത് കേട്ടും ഞാൻ കരയുന്നത് കണ്ടിട്ടും എൻ്റെ മുന്നിൽ നിന്ന് കണ്ണീരൊഴുക്കി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ സുഹൃത്തെന്ന് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. 11ാം ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഡ്രെയിനേജ് പതുക്കെ കുറയുകയും വേദന കുറയുകയും ചെയ്ത് ഡോക്ടേഴ്സ് എൻ്റെ നട്ടലിനകത്തെ ഡ്രെയിന് പതുക്കെ ഊരി മാറ്റി. ആ നട്ടലിനകത്ത് ഡ്രെയിൻ ഊരുമ്പോൾ നട്ടലിനകത്തേക്ക് വേറെ എന്തെങ്കിലും അകത്ത് സൂച്ചർ ചെയ്ത് വെക്കണം. അല്ല എന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ബ്ലഡ് ഇഞ്ചെക്റ്റ് ചെയ്താൽ മാത്രമാണ് ആ നട്ടലിനകത്തെ ചെറിയ ദ്വാരം അടയത്തുള്ളൂ. അങ്ങനെ എന്നെ അടുത്ത അനസ്തീഷ്യ പ്രൊസീജിയറിന് വേണ്ടി അവർ IR ഇൻ്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോയി. അവിടെ അന്ന് എനിക്കുണ്ടായിരുന്ന ഡോക്ടറോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരുപാട് വേദനയുണ്ട്, ഒരുപാട് ആങ്സൈറ്റി ഉണ്ട്, ഇത്രയും പ്രൊസീജിയേഴ്സ്, സർജറികൾ, അനസ്തീഷ്യ ഒക്കെ എടുത്ത് എനിക്ക് പേടിയാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എനിക്ക് കുറച്ച് വേദനയ്ക്കുള്ള മരുന്നോ അല്ലെങ്കിൽ എൻ്റെ ആങ്സൈറ്റി കുറയ്ക്കാൻ എന്തെങ്കിലും എനിക്ക് തരാമോ എന്ന് ഞാൻ ചോദിച്ചു. ആളെൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യാറില്ല, ഈ പ്രൊസീജിയർ പെട്ടെന്ന് തീരും എന്ന് പറഞ്ഞ് എന്നെ കമത്തിക്കിടത്തി വേദനയ്ക്ക് ഒരു മരുന്ന് പോലും തരാതെ സൂചി എടുത്ത് നട്ടലിനകത്തേക്ക് തുളച്ച് കയറ്റി. അങ്ങനെ കമന്ന് കിടന്ന് ഞാൻ അലറി വിളിച്ച് കരയുകയാണ്. ഞാൻ അന്ന് വരെ ആരുടെയും മുന്നിൽ അത്രയും അലറി വിളിച്ച് ഒച്ചത്തിലൊന്നും ഞാൻ കരഞ്ഞിട്ടില്ല. എൻ്റെ നട്ടലിനകത്തോടെ ഒരു സൂചി മുട്ടയുടെ തൊണ്ട് പൊളിച്ചകത്തോട്ട് കയറുന്ന പോലെ എനിക്കിത് ഫീൽ ചെയ്തു. ആ നേരം തുടങ്ങി എൻ്റെ കണ്ണുനീര് ഒഴുകി തുടങ്ങിയിട്ട് കുറേ നേരം കഴിഞ്ഞ് ആൾ എൻ്റെ തന്നെ ബ്ലഡ് IV-യിൽ നിന്ന് എടുത്തിട്ട് നട്ടലിനകത്തോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഒരു സമയമായപ്പോൾ ഞാൻ അലറി വിളിച്ച് കരയാൻ തുടങ്ങി. കാരണം എൻ്റെ നടുവിന് താഴേക്ക് തീയിട്ട പോലെയും അതുപോലെ കത്തിയെടുത്ത് കുത്തി വലിച്ചു കീറുന്ന ഒരു വേദനയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതോടൊപ്പം ഒരു വേദനയ്ക്ക് മരുന്ന് പോലും തരാതെ എന്നെ പച്ചയ്ക്ക് അങ്ങനെ ചെയ്തപ്പോൾ അയാളോട് ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു എനിക്ക്. ഞാൻ അയാളോട് പറഞ്ഞു, എൻ്റെ ദേഹത്ത് നിന്ന് കൈയെടുക്കി സർജറി ഇവിടെ വെച്ച് തീർക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾ പ്രൊസീജിയർ പെട്ടെന്ന് പേഷ്യൻറ്റിൻ്റെ ആവശ്യപ്രകാരം ഞാൻ പ്രൊസീജിയർ നിർത്തി എന്ന് പറഞ്ഞ് എന്നെ ക്ലോസ് ചെയ്ത് ഒരു മരുന്ന് പോലും തരാതെ തിരിച്ച് ICU-യിലേക്ക് വിട്ടു. അതോടുകൂടി എൻ്റെ ജീവിതത്തോട് തന്നെ എനിക്ക് വെറുപ്പായി, മടുപ്പായി. അങ്ങനെ കുറേ ഹൈ ഡോസ് മെഡിക്കേഷൻസ്, ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് കൊടുക്കുന്ന ഒരു മെഡിക്കേഷനുണ്ട് അമേരിക്കയിൽ, ഓക്സിക്കോഡോൺ എന്ന് പറയും, 10 മില്ലിഗ്രാം മരുന്ന്. എല്ലാ 4 മണിക്കൂറും കൂടുമ്പോഴാണ് ഞാനത് എടുക്കുന്നത്. അതുകൂടാതെ രാവിലെ ഒരു ലോങ് ടേം മെഡിക്കേഷനും വൈകുന്നേരവും അതിൻ്റെ കൂടെ ഒരു ഡോസോടെ എനിക്ക് തരും. അപ്പോൾ ഒരു ദിവസം ഏകദേശം 60 തുടങ്ങി 80 മില്ലിഗ്രാം വരെ ഓക്സിക്കോഡോണാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവരെന്നെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വീൽ ചെയറിൽ ഞാൻ വീട്ടിൽ വന്നു. എനിക്ക് സ്വയമായിട്ട് എന്നെ തന്നെ ടേക്ക് കെയർ ചെയ്യാനുള്ള ഒരവസ്ഥ ഇല്ലായിരുന്നു. കാരണം എൻ്റെ കൈ തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ച് നിന്ന് എൻ്റെ മുടിയൊന്ന് കഴുകാനോ അല്ലെങ്കിൽ എൻ്റെ ശരീരം സ്വയമായിട്ട് കഴുകാനോ എനിക്ക് പറ്റുമായിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡും
വീട്ടിൽ എന്നെ സഹായത്തിനുണ്ടായിരുന്ന ഒരു ആൻറ്റിയും ഇവരാണ് എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് കൂടുതൽ ഭാരമാകാതിരിക്കാനും, അതുപോലെ മുടി നനച്ചു കഴിഞ്ഞാൽ എനിക്ക് തല വളരെ ഹെവി ആയിരുന്നു. എൻ്റെ കഴുത്തിന് മുകളിലേക്ക് എനിക്ക് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ വരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഞാൻ മുടി വെട്ടി, എൻ്റെ മോൻ്റെ മുടി വെട്ടിയ പോലെ, ബോയ്സ് മുടി വെട്ടിയിടുന്ന പോലെ വളരെ ഷോർട്ടാക്കി ഞാൻ മുടി വെട്ടിക്കളഞ്ഞു. പിന്നെ പതുക്കെ മുടി നീണ്ടെങ്കിലും ഞാൻ ഓക്കെ ആണ് എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാനായിട്ട് പണ്ടും ഞാൻ മുടിയൊക്കെ ഇങ്ങനെ കളർ ചെയ്ത് ട്രെൻഡി ആയിട്ട് നടക്കും. അത് എൻ്റെ ഡിപ്രഷനും എൻ്റെ സങ്കടങ്ങളും മറ്റാരും അറിയാതിരിക്കാനായിട്ട് ഞാൻ സ്വയം കണ്ടുപിടിച്ചൊരു മുഖംമൂടിയായിരുന്നു. അതെല്ലാവരും ഫാഷനായിട്ടും ഒരുതരം ട്രെൻഡിൻ്റെ പുറകെ പോകുന്നതായിട്ടുമാണ് കണ്ടതെങ്കിലും എൻ്റെ വേദനകൾ മറച്ചു പിടിക്കാൻ ഞാൻ ഉപയോഗിച്ച ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഒരുപാട് ഡിപ്രഷനിലേക്കും, അതായത് എനിക്ക് വെളിയിൽ പോകാൻ പറ്റുന്നില്ല, എൻ്റെ ജോലി എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2018 ഈ സർജറി ഒക്കെ നടക്കുന്ന സമയത്ത് ഞാൻ അമേരിക്കയിൽ ഫാമിലി നഴ്സ് പ്രാക്ടീഷണർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ സർജറിക്കും ഞാനൊരു ബ്രേക്ക് എടുക്കും, തിരിച്ച് ചെല്ലും, പരീക്ഷ എഴുതും, പാസ്സാവും, അടുത്ത സെമസ്റ്റർ, അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരം കൂടിയാണ്. അപ്പോൾ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, ജോലിക്ക് പറ്റുന്നില്ല, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഒരു മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഞാൻ ഒരുപാട് ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. ആൻറ്റി ഡിപ്രഷൻ മെഡിക്കേഷൻസ് എടുക്കാൻ തുടങ്ങി. വീട്ടിൽ അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് എങ്ങും പോകാൻ പറ്റാതെ ഇരുന്നൊരു സാഹചര്യത്തിൽ ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ച് ഒരു ദിവസം യാദൃശ്ചികമായിട്ട് വിളിച്ച് ചോദിച്ചു, ഫ്രീ ആണോ, നമുക്കിന്ന് വൈകിട്ട് ഹാങ് ഔട്ട് ചെയ്യാം. അങ്ങനെ വിളിച്ചപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഇല്ല, ഞാൻ ഈ വീക്കെൻഡ് നാട്ടിലില്ല എന്ന് പറഞ്ഞു. എവിടേക്ക് പോകാമെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, ഞാനൊരു ധ്യാനത്തിന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും എവിടേക്കെങ്കിലും ഒന്ന് ഒറ്റയ്ക്ക് ഓടിപ്പോകണമെന്ന് വിചാരിച്ചിരുന്ന എനിക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു ആശ പോലെ ഞാൻ ചാടി പറഞ്ഞു, ഞാനും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, മോൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പാർട്ടിയല്ല ഇത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, എങ്ങനെയാണെങ്കിലും ഞാൻ ധ്യാനത്തിന് വരികയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേച്ചി എനിക്കൊരു ഫ്ലയർ അയച്ചു തരികയും ഹ്യൂസ്റ്റണിൽ തപസ് ധ്യാനം ഓഗസ്റ്റിൽ നടക്കുന്ന ധ്യാനത്തിലേക്ക് അങ്ങനെ ഈശോ എനിക്കൊരു വഴിയൊരുക്കി തന്നു. അങ്ങനെ ശക്തമായിട്ട് പോകണമെന്നൊരു ചിന്തയാണ് എനിക്കുണ്ടായത്. എന്തിനു പോകുന്നു എന്നോ അവിടെ ഞാൻ ചെന്നിരുന്നിട്ട് എന്താണ് ചെയ്യുക എന്നൊന്നും പ്രത്യേകമായിട്ടുള്ള ഒരു പ്ലാനൊന്നും ഇല്ല. പോകണം, അത് ഉറപ്പിച്ച് 100% ഉറപ്പിച്ച് ഞാൻ ആളോട് പറഞ്ഞു ഞാൻ പോവുകയാണെന്ന്. അന്ന് വരെ 5 മിനിറ്റ് പോലും ഇരിക്കാൻ വയ്യാതിരുന്ന ഞാൻ അന്ന് എൻ്റെ സുഹൃത്തിനെയും കൂട്ടി ഏകദേശം 50 മിനിറ്റോളം ഡ്രൈവ് ചെയ്ത് ധ്യാനകേന്ദ്രത്തിലേക്ക് എത്തി. വീൽ ചെയർ ഉപയോഗിക്കാനുള്ള മടി കൊണ്ട് പതുക്കെ കാലൊക്കെ വലിച്ച് വളരെ ബാലൻസ് ഇല്ലാതെ പിടിച്ചൊക്കെയാണ് ഞാൻ നടന്ന് ധ്യാനകേന്ദ്രത്തിലെത്തിയത്. ധ്യാനകേന്ദ്രത്തിൽ ഞാൻ എത്തുമ്പോൾ ഏകദേശം 4 മണിയാണ്. രാവിലെ 9 മണിക്ക് ധ്യാനം തുടങ്ങിയതാണ് അവിടെ. അന്ന് ഞാൻ കയറി വരുമ്പോൾ ആ ഫ്രണ്ടിൽ 2 സീറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അവിടെ ഞാനും എൻ്റെ സുഹൃത്തും ഏറ്റവും ഫ്രണ്ടിൽ ധ്യാനത്തിൽ വന്നിരിക്കാനിടയായി. അവിടെ എന്തിനാ വന്നിരുന്ന് എന്ന് വെച്ചാലും എനിക്കറിയത്തില്ല. ഒരുപക്ഷെ ഈശോ കരുതി വെച്ച ഒരു സീറ്റ് ആയിരുന്നായിരിക്കാം എനിക്ക് വേണ്ടിയിട്ട്. ഞാൻ അവിടെ ഫ്രണ്ടിൽ വന്നിരുന്നു. അന്ന് വരെ വചനം കേൾക്കുമ്പോൾ അധികം ശ്രദ്ധയൊന്നുമില്ലായിരുന്നു ഞാൻ. അന്ന് ആ ധ്യാന കേന്ദ്രത്തിൽ വന്ന എല്ലാ ക്ലാസ്സുകളും കേട്ടുകൊണ്ടിരുന്ന എല്ലാ വാക്കുകളും വളരെ ആഗ്രഹത്തോടു കൂടിയിരുന്ന് കേൾക്കാൻ എനിക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ 2-ാം ദിവസമായപ്പോൾ വളരെ അധികം പ്രിപ്പയർ ചെയ്ത് കുമ്പസാരത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് എങ്ങനെയാണ് കുമ്പസാരിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി ഞാൻ വളരെ പശ്ചാത്തപിച്ച്, അതായത് കല്യാണത്തിന് മുമ്പ് 2008 ഞാൻ അതിന് മുന്നേ കുമ്പസാരിക്കുന്നത്. അതിനുശേഷം ഞാൻ കുമ്പസാരിച്ചത് പശ്ചാത്തപിച്ച് എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് ഒന്നൊരു കുമ്പസാരം നടത്തിയത് 2022 അന്ന് ആ കുമ്പസാരം കഴിഞ്ഞ് വളരെ മനസ്സ് ലൈറ്റായി, എന്തോ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിയ ഒരവസ്ഥയിലാണ് ഞാൻ തിരിച്ച് ആ ചാപ്പലിലേക്ക് വരുന്നത് ബാക്കി ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട്. അന്ന് അവിടെ വന്നിരുന്ന കൊന്ത ചൊല്ലുന്ന സമയത്ത് ആ കൊന്തയുടെ ഏകദേശം 4-ാം രഹസ്യമൊക്കെ ആയപ്പോൾ തുടങ്ങിയിട്ട് എനിക്ക് വളരെ നല്ലൊരു പെർഫ്യൂമായിട്ടാണ് തോന്നിയത്. എനിക്കൊരു സെൻറ്റ് ഫീൽ ചെയ്തു തുടങ്ങി, ഒരു സുഗന്ധം അങ്ങനെ വരുന്നു. ഞാനപ്പോൾ ചുറ്റും നോക്കുന്നുണ്ട്, ഇത് ആരാണ് ഇത്രയും ഹൈലി എക്സ്പെൻസീവ് പെർഫ്യൂം യൂസ് ചെയ്തേ എന്നൊക്കെ ഞാൻ ചുറ്റും നോക്കി. പക്ഷേ എൻ്റെ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു. ഏകദേശം 5-ാം രഹസ്യത്തിൻ്റെ പകുതിയോളം വരെ ആ സുഗന്ധം എങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഞാൻ ഓർത്ത് നോക്കി, ഇതൊക്കെ കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ആളാരെന്ന് കണ്ടുപിടിക്കാം, സെൻ്റല്ലേ, എങ്ങും പോകത്തില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ കൊന്ത കഴിഞ്ഞ ഉടനെ അന്ന് ക്ലാസ് എടുത്ത ജോർജ് പട്ടേരിൽ അങ്കിള് ഫ്രണ്ടിൽ വന്നിട്ട് ചോദിച്ചു, ഈ കൊന്തയിൽ ഇടയിൽ വെച്ചിട്ട് ആർക്കാണ് സുഗന്ധ തൈലാഭിഷേകം കിട്ടിയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം കേൾക്കുന്നത്.
ഞാനപ്പോൾ ഇത് ശ്രദ്ധിച്ചു. എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പം അങ്കിൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു, സുഗന്ധ തൈലാഭിഷേകം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് സുഗന്ധദ്രവ്യങ്ങൾ കൂട്ടിയിട്ടുള്ളൊരു സുഗന്ധമാണ്, അത് മാതാവിൻ്റെ പ്രസൻസ് ആണെന്നൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇത് 4-ാം രഹസ്യത്തിനും 5-ാം രഹസ്യത്തിൻ്റെ സമയത്താണ് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അടയാളം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ഞാൻ വേഗം കൈ ഉയർത്തി. അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അനുഭവിക്കുന്നത്. അങ്ങനെ മാതാവിനോടുള്ള ഒരുപാട് ഭക്തിയിലൊന്നും ഇല്ലാതിരുന്ന എന്നെ ആ കൊന്തയുടെ സമയത്ത് വെച്ച് മാതാവ് അടുത്ത് വന്ന് തന്ന ആ ഒരു അനുഭവം, അത് വളരെ സമയങ്ങൾക്ക് ശേഷവും പിന്നീടും മാതാവ് എനിക്ക് പേഴ്സണലായിട്ട് തരാറുണ്ട്. ഇന്നും അതെനിക്ക് മാതാവ് തന്നുകൊണ്ടിരിക്കുന്ന ഒരു സുഗന്ധ തൈലാഭിഷേകമാണ്. അതിനുശേഷം 3-ാം ദിവസം ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസമായപ്പോൾ ഞങ്ങളുടെ കുർബാനയുടെ സമയത്ത് വെച്ച് ഞാൻ കുർബാന അനുഭവിക്കുന്ന ഒരു സമയത്ത് എൻ്റെ ശരീരത്തിൽ നിന്ന് പെട്ടെന്ന് വേദന പോണ പോലെ, അത്ര നാളും ഉണ്ടായിരുന്ന ഒരുപാട് മരുന്നുകൾ എടുത്തിട്ടും കുറയാതിരുന്ന ആ ഒരു വേദന പെട്ടെന്ന് കുറയുന്ന പോലെ ഒരു ഫീൽ എനിക്ക് വന്നു. അപ്പം ഞാൻ ഓർത്തു, ഇത് കൊള്ളാമല്ലോ, ഇത്ര നാളും മരുന്ന് കഴിച്ചിട്ടും കുറയാത്തൊരു വേദന ഒരു കുർബാന അനുഭവത്തിലൂടെ കുറയുകയാണെങ്കിൽ ഇതെന്നും കണ്ടാൽ എൻ്റെ വേദന പിടിച്ചു നിർത്താൻ ഇത് മതിയല്ലോ എന്ന് പെട്ടെന്നൊരു ഗ്ലിംസ് ഓഫ് തോട്ട് എനിക്കുണ്ടായി. പക്ഷേ അതിനുശേഷം ആരാധനയിലേക്ക് ഞങ്ങൾ കടന്നു. അങ്ങനെ ചെറിയൊരു വേദനയുടെ കുറവ് വന്നെങ്കിലും പെട്ടെന്ന് ചെറിയൊരു വേദന കണ്ടിന്യൂ ചെയ്തു. പിന്നീട് ആരാധന നടക്കുന്ന ഒരു സമയത്ത് വളരെ അധികം ഇൻവോൾവ് ചെയ്ത് ആരാധന നടക്കുന്നത്, ഒരു കരിസ്മാറ്റിക് ധ്യാനം നടക്കുമ്പോൾ അതിനിടയിൽ ആളുകൾ നടന്നും ഓടിയും പാട്ട് പാടിയും ഡാൻസ് ചെയ്തൊക്കെ ഈശോയെ സ്തുതിക്കുക. ആ കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ മുട്ടുകുത്താൻ വയ്യാതെ 2-3 സ്റ്റെപ്പ് പെട്ടെന്ന് ഓടി നടക്കാൻ വയ്യാതെ ഇങ്ങനെ വടി പോലെ നിന്ന് ശരിക്കും ആരാധിക്കുവാണ് ദൈവത്തെ. അപ്പം എന്നേലും പ്രായമുള്ള ആൻറ്റിമാരൊക്കെ ഓടി നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് കൊതിയാവുക. ഞാനിങ്ങനെ പറഞ്ഞു, ഈശോയെ ഇവരെ പോലെയൊക്കെ ഒന്ന് ഓടി നടക്കാൻ എനിക്ക് പറ്റിയായിരുന്നെങ്കിൽ. പിന്നെ വിചാരിച്ചു വേണ്ട, ഞാൻ ഈശോയോട് ഇച്ചിരി സിമ്പിളായിട്ട് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ച ആരാധനയുടെ ഇടയ്ക്ക് പെട്ടെന്ന് ഈശോയോട് ചോദിച്ചു ഞാൻ, ഒരു ദിവസം ഈശോയെ, ഞാൻ മരിച്ചു പോകുന്നതിന് മുന്നേ ഒരു ദിവസം എങ്കിലും എനിക്ക് ഒരു വേദനയില്ലാതെ ഉറങ്ങാൻ ഒരു ദിവസം എനിക്ക് തരാമോ എന്ന് ഞാൻ ഈശോയോട് ചോദിച്ചു. അത് അത് മനസ്സിൽ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ അന്ന് കണ്ണ് നിറഞ്ഞ് ഒഴുകി ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു വന്ന ആരാധനയിൽ. അപ്പോൾ അച്ഛൻ പെട്ടെന്ന് അവിടെ നിന്ന് അനൗൺസ് ചെയ്തു, ഇങ്ങനെ നടുവിനും കഴുത്തിനും വേദന അനുഭവിക്കുന്ന, ബ്ലാഡറിനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കുഞ്ഞിനെ, ഒരു മോളെ ഈശോ തൊടുവാണെന്ന് പറഞ്ഞു. അപ്പം ആ കൂട്ടത്തിൽ അത്രയും വേദന അനുഭവിച്ച ഒരാളറിയാവുന്ന ഞാനായിരുന്നു. അതുകൊണ്ട് അത് ഞാൻ തന്നെയാണ് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഞാൻ സ്തോത്രവും ഹല്ലേലൂയ ഒക്കെ പറഞ്ഞ് പെട്ടെന്ന് വിശ്വസിച്ച് സ്തുതിക്കാൻ തുടങ്ങി ഈശോയെ. അതേസമയം തന്നെ പെട്ടെന്ന് എൻ്റെ ശരീരം അങ്ങ് ഫ്രീസ് ആവുകയും എൻ്റെ പുറത്തേക്കൂടെ ഒരാളുടെ കൈ ഇങ്ങനെ തഴുകി ഇറങ്ങി പോണ പോലെ കഴുത്ത് തുടങ്ങി ലോവർ ബാക്ക് പാദത്തിൻ്റെ അറ്റം വരെ ഇങ്ങനെ ഒരു തഴുകൽ പെട്ടെന്ന് ഫീൽ ചെയ്തു. അതോടൊപ്പം തന്നെ എൻ്റെ ശരീരത്തിൽ നിന്ന് എനിക്കുണ്ടായിരുന്ന മുഴുവൻ വേദനകളും, മസിൽ ക്രാംസ്, എൻ്റെ ശരീരത്തിലെ എല്ലാ മസിൽസും കെട്ടി കല്ല് പോലെ കിടന്നിരുന്ന എല്ലാ മസിൽസും പെട്ടെന്ന് അങ്ങോട്ട് അഴിഞ്ഞു. ആ വേദന ആ നിമിഷം വിട്ടുപോയിട്ട്, ആ മസിൽ ക്രാംസ് ആ നിമിഷം എൻ്റെ ശരീരത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. അതേസമയം തന്നെ ഒന്ന് മുട്ടുകുത്താൻ, വർഷങ്ങളോളമായിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ കഴിയാത്ത ഞാൻ ആ ദിവസം ആ നിമിഷം മുട്ടയിൽ നിന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ദൈവം എനിക്ക് കരുണ തന്നു. ആ ധ്യാനം കഴിഞ്ഞ ഉടനെ അവിടെ ആർക്കെങ്കിലും ഒരു ടെസ്റ്റിമോണി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, സ്റ്റേജ് ഫ്രൈറ്റൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ഓടിച്ചെന്ന് മൈക്ക് മേടിച്ച് നിന്ന് എൻ്റെ ജീവിതം ഇങ്ങനെയായിരുന്നു, ഇന്നെനിക്ക് ഈശോ ഹീലിംഗ് തന്നു എന്ന് എല്ലാവരുടെയും മുന്നിൽ നിന്ന് കണ്ണുനീരോടെ വിളിച്ച് പറഞ്ഞ് ഈശോയെ സ്തുതിക്കാനൊരവസരം അത് ഈശോ എനിക്ക് വേണ്ടി ഒരുക്കി. ആ ധ്യാനത്തിൽ വെച്ച് എനിക്ക് ഈശോ ഒരുക്കി. ഹബക്കുക്കിൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഈ തിരുവചനത്തിൻ്റെ അഭിഷേകം ഷാനറ്റിൻ്റെ ജീവിതത്തിൽ നിറവേറിയതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സഹനങ്ങളും ഈശോയിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ചവിട്ടുപടികളാണെന്നുള്ള വലിയ തിരിച്ചറിവ് നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ഇതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ.
ആമേൻ. അന്ന് രാത്രി ഞാൻ വീട്ടിലെത്തി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, ഒരുപാട് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഈശോയോട് ഒരു ഒറ്റയ്ക്കിരുന്ന് ഞാൻ ഒരുപാട് നേരം സംസാരിച്ചു. അതിനവസാനം ഞാൻ ഈശോയോട് ചോദിച്ചു, എൻ്റെ ഈശോയെ, നീ എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഇത്രയും വേദനകൾ എനിക്ക് തന്നേ? എൻ്റെ ഈശോ കുരിശും വഹിച്ച് നടന്നു പോയപ്പോൾ അനുഭവിച്ച വേദന, ആ വേദന എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കണ്ട ഒരു അനുഭവമായിരുന്നു ഈശോ എനിക്കുള്ളിൽ തന്നത്. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.